നമസ്കാരം. കേരള തീരത്ത് ആശങ്ക ഉയർത്തുകയാണ് മുങ്ങിയ കപ്പലിലെ കാൽസ്യം കാർബൈഡിന്റെ സാന്നിധ്യം. കപ്പലിൽ 250 ടൺ കാൽസ്യം കാർബൈഡാണ് ഉണ്ടായിരുന്നത്. വെള്ളവുമായി സമ്പർക്കമുണ്ടായാൽ ഈ രാസവസ്തു വൻ സ്ഫോടനമുണ്ടാക്കും. സംസ്ഥാനം നേരിടാൻ പോകുന്നത് വമ്പൻ ഭീഷണിയായി കപ്പൽ ദുരന്തം മാറുകയാണ്. അതേസമയം മുങ്ങിത്താണ കപ്പൽ ഉയർത്തുന്നതും വലിയ ഭീഷണിയാണ്. 16 കണ്ടെയ്നർ കാൽസ്യം കാർബൈഡാണ് കപ്പലിലുള്ളത്. വെള്ളവുമായി സമ്പർക്കമുണ്ടായാൽ ഇത് അസറ്റിലിൻ വാതകമായി മാറി വൻ സ്ഫോടനം സംഭവിക്കാം. മറ്റ് 13 കണ്ടെയ്നറിൽ ഹാനികരമായ വസ്തുക്കളും കപ്പൽ ടാങ്കിൽ 450 ടണ്ണോളം ഇന്ധനവുമുണ്ട്. സംസ്ഥാനം നേരിടാൻ പോകുന്നത് വമ്പൻ ഭീഷണിയാണ്. കപ്പലിലെ ഭാരമുള്ള കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചു എന്നാണ് സൂചന. കടലിലെ സമ്മർദ്ദം കാരണം കാൽസ്യം കാർബൈഡ് വെള്ളവുമായി സമ്പർക്കത്തിലായാൽ അത് പ്രതിസന്ധി രൂക്ഷമാക്കും. കപ്പൽ പാതയിലൂടെ പോകുന്ന കപ്പലുകളും അപകടത്തിൽപ്പെടും. അതുകൊണ്ട് തന്നെ കൊച്ചി തീരത്ത് വലിയ ജാഗ്രതയാണ്. കടലിനുള്ളിൽ അപകടകരമായ കണ്ടെയ്നറുകൾ വീണിട്ടുണ്ടെങ്കിൽ അത് എപ്പോൾ ജലവുമായി സമ്പർക്കത്തിലാകുമെന്ന് പ്രവചിക്കാനും സാധിക്കില്ല. അതായത് കടലിൽ വീണെങ്കിൽ ദീർഘകാലം ഭീതി തുടരും. ജലവുമായി കടലിൽ വെച്ച് സ്ഫോടനം സംഭവിച്ചാൽ തീയണയും. കണ്ടെയ്നറുകൾ കരക്കടിയുന്ന ഘട്ടത്തിലാണ് വെള്ളവുമായി കലർന്ന് രാസപ്രവർത്തനം നടക്കുന്നതെങ്കിൽ സ്ഥിതി നിയന്ത്രണാതീതമാകും. നിശ്ചിത അകലം പാലിച്ച് കണ്ടെയ്നറുകളെ വിഴിഞ്ഞം, കൊച്ചി പോർട്ടുകളിലേക്ക് വലിച്ചു കയറ്റുകയാണ് പോംവഴി. അതീവ സുരക്ഷയിൽ പ്രത്യേക സജ്ജീകരണങ്ങളോടെയാണ് രാസപ്രവർത്തനം നടത്തി അസറ്റിലിൻ വാതകമുണ്ടാക്കുന്നത്. ഇത് സിലിണ്ടറുകളിൽ നിറച്ച് വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. കട്ടകളായും പൊടിയായും കാൽസ്യം കാർബണേറ്റ് സൂക്ഷിക്കാം. കണ്ടെയ്നറിൽ എങ്ങനെയെന്നത് വ്യക്തമല്ല. കണ്ടെയ്നറുകൾ കരയ്ക്ക് അടിയുന്നത് അപകടമാണ്. അതിനാൽ പ്രത്യേക ജാഗ്രത വേണം. കണ്ടെയ്നറുകൾ മാറ്റുന്നതും വെള്ളത്തിൽ നിന്നുള്ള ഓയിൽ നീക്കവും ശ്രമകരമാണ്. അപകടത്തിൽപ്പെട്ട് മുങ്ങിയ ചരക്ക് കപ്പൽ MSC എൽസ 3യിൽ നിന്നും 100ഓളം കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ടാകുമെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തലുണ്ട്. കപ്പൽ മുങ്ങിയ സാഹചര്യത്തിലാണ് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. കപ്പലിലെ ഇന്ധനമായ എണ്ണ ചോർന്നിട്ടുണ്ടെന്നും സർക്കാർ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. കണ്ടെയ്നറുകൾ ഏകദേശം മണിക്കൂറിൽ 3 കിലോമീറ്റർ വേഗത്തിലാണ് കടലിൽ ഒഴുകി നടക്കുന്നത്. നിലവിൽ കോസ്റ്റ് ഗാർഡ് 2 കപ്പലുകൾ ഉപയോഗിച്ച് എണ്ണ തടയൽ നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഒരു ഡോണിയർ വിമാനം ഉപയോഗിച്ച് എണ്ണ നശിപ്പിക്കാനുള്ള പൊടി എണ്ണപ്പാടയ്ക്ക് മേൽ തളിക്കുന്നുണ്ട്. അതേസമയം ഇതുവരെ 8 കണ്ടെയ്നറുകളാണ് കരയ്ക്ക് അടിഞ്ഞത്. ശക്തികുളങ്ങര മദാമത്തോപ്പിൽ 3 കണ്ടെയ്നറുകൾ അടിഞ്ഞു. കൊല്ലത്തിന്റെ തീരത്ത് കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്നുണ്ട്. അതീവ ജാഗ്രതാ നിർദ്ദേശം ഉണ്ട്. ആരും കണ്ടെയ്നറുകൾ തുടരുതെന്നും തുറന്ന് പരിശോധിക്കരുത് എന്നതടക്കം നിർദ്ദേശങ്ങളുണ്ട്. നിലവിൽ കരുനാഗപ്പള്ളി, ചവറ, ശക്തികുളങ്ങര എന്നിവിടങ്ങളിലാണ് കണ്ടെയ്നറുകൾ അടിഞ്ഞിരിക്കുന്നത്. അതേസമയം 10ഓളം കണ്ടെയ്നറുകൾ വിവിധ ഭാഗത്തുണ്ട്. ചെറിയഴിക്കലിൽ അടിഞ്ഞ കണ്ടെയ്നറിൽ ഒന്നുമില്ല. എന്നാൽ ബാക്കിയുള്ളവ പരിശോധിക്കണം. അതിമാരക രാസവസ്തുക്കൾ മുങ്ങിയ കപ്പലിലുള്ളത് വലിയ ആശങ്ക സൃഷ്ടിക്കുകയാണ്. 100ഓളം കണ്ടെയ്നറുകളാണ് കടലിൽ ഒഴുകിപ്പോയതെന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ തീരത്ത് വലിയ ജാഗ്രതയുണ്ട്. ചവറ, പരിമളം തീരത്താണ് കൂടുതൽ കണ്ടെയ്നർ എത്തുന്നത്. രാത്രി വലിയ ശബ്ദം കേട്ട നാട്ടുകാരാണ് ചെറിയഴിക്കൽ CFI ഗ്രൗണ്ടിന് സമീപം കടലിൽ കണ്ടെയ്നർ കണ്ടത്. കടൽ ഭിത്തിയിലേക്ക് ഇടിച്ചു കയറിയ നിലയിലായിരുന്നു. ഉടൻ അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു.